എലഗൻറ്റ് ഷെയ്ഡ്സിലുള്ള കോട്ടൺ ഫാബ്രിക്കിൽ പ്രിൻറ്റഡ് കോട്ടൺ ബോട്ടവും ആ ബോട്ടത്തിലെ സെയിം പ്രിൻറ്റ് വെച്ചിട്ട് ടോപ്പിൻ്റെ യോക്കിൽ ഒരു പാച്ച് യോക്കും ആ പാച്ചിൽ എലഗൻ്റ് ആയിട്ടുള്ള നല്ല രസമായിട്ടുള്ള ഹാൻഡ് വർക്ക്, ബീഡ് വർക്ക്, സർദോസി വർക്കൊക്കെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു സൽവാർ സെറ്റാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ പെയർ ചെയ്തേക്കുന്ന ദുപ്പട്ട എന്ന് പറയുന്നത് കോട്ടണിൽ ആ ബോട്ടം മെറ്റീരിയൽ വെച്ചിട്ടുള്ള ആപ്ലിക് വർക്ക് വരുന്ന ദുപ്പട്ടയാണ്. നല്ലൊരു ഡെയിലി വെയർ ആയിട്ടും ചെറിയൊരു ഒക്കേഷൻ വെയർ ആയിട്ടും ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന സൽവാർ സെറ്റാണ്. റേറ്റ് വരുന്നത് 2795. ഇതിൽ ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് വരുന്നത് നല്ലൊരു ലെമൺ യെല്ലോ ഷെയ്ഡാണ്. ഇതെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു ഷെയ്ഡാണ്. കോട്ടനാണ് ഫാബ്രിക് വരുന്നത്. ഇത് 3 പാനലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സെൻട്രൽ പാനലിൽ നമ്മുടെ ബോട്ടം ഇതിൻ്റെ വരുന്നത് പ്രിൻറ്റഡ് കോട്ടൺ ബോട്ടമാണ്. ആ മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഒരു പാച്ച് യോക്ക് കൊടുത്തിട്ടുണ്ട് റെക്റ്റാങ്കിൾ പാറ്റേണിൽ. അതിനകത്ത് ഇങ്ങനെ അതിന് ബോർഡറായിട്ട് ഓരോ ഇതിനകത്തെ ഫ്ലോറൽ ബ്ലോക്ക് പ്രിൻറ്റിനും ബോർഡറായിട്ട് എംബ്രോയ്ഡറി പോയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ അതിനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ടുള്ള ബ്ലോക്ക് പ്രിൻറ്റും പോയിട്ടുണ്ട്. ചെറിയ ബീഡ് വർക്ക്, പേൾ വർക്കൊക്കെ വരുന്നുണ്ട്. ചെറിയ സീക്വൻസ് വർക്കും വരുന്നുണ്ട്. സിമ്പിൾ, എലഗൻ്റ് ആൻഡ് ക്ലാസി ആയിട്ടുള്ള സൽവാർ സെറ്റാണ്. എന്നിട്ട് ആ സെൻട്രൽ പാനലിൽ ഫുൾ ഇങ്ങനെ ചെറിയ ബീഡ് വർക്ക് പോയിട്ടുണ്ട്. സൈഡിലേക്ക് വരുമ്പോൾ നല്ലൊരു വീവിങ് പാറ്റേൺ, കണ്ടാൽ ഒരു പിൻറ്റൊക്കെ പോലെയൊക്കെ തോന്നുന്ന ആ ഒരു വീവിങ് പാറ്റേൺ ആണ് രണ്ട് സൈഡിലും വന്നിരിക്കുന്നത്. ഈ സൈഡ്സും സെൻട്രൽ പോർഷനും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ലാഡർ ലേസ്, വൈറ്റ് ഷെയ്ഡിലുള്ള ലാഡർ ലേസ് വെച്ചിട്ടാണ്. എഗെയിൻ താഴേക്ക് വരുമ്പോഴും ക്രോഷ്യോ ലേസ് നല്ല വീതിയിലുള്ളതും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ സൈഡ്സിലെ മെറ്റീരിയൽ രണ്ട് സൈഡിലും ബോർഡറായിട്ട് കൊടുത്തിട്ടുണ്ട്. എൻഡിലും ക്രോഷ്യോ ലേസ് ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാറ്റേണിലുള്ള സൽവാർ സെറ്റ് നമ്മൾ നേരത്തെ പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ഈ സെൻറ്ററിലുള്ള വർക്ക് ഡിഫറൻസ് ഉണ്ടായിരുന്നു. ദുപ്പട്ട വന്നിരിക്കുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ ഇങ്ങനെ നമ്മുടെ ബോട്ടം മെറ്റീരിയൽ വെച്ചിട്ടുള്ള ആപ്ലിക് വർക്ക് ആൻഡ് എംബ്രോയ്ഡറിയാണ് ദുപ്പട്ടയിൽ ഓൾ ഓവർ പോയിട്ടുള്ളത്. 4 സൈഡിലും വൈറ്റ് ഷെയ്ഡിലുള്ള ക്രോഷ്യോ ലേസ് ബോർഡറും വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ടാസൽസും നല്ല ബ്യൂട്ടിഫുൾ ആണ്. ബോട്ടം മെറ്റീരിയൽ വെച്ചിട്ടുള്ള ടാസൽസ് ആണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2795. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഗ്രേ ടോണാണ്. അതിനകത്തും പ്രിൻറ്റഡ് കോട്ടൺ ബോട്ടം, അത് വെച്ചിട്ടുള്ള പാച്ച് യോക്ക്, ഹാൻഡ് വർക്ക് എല്ലാം പാറ്റേൺ എല്ലാം സെയിം തന്നെ. സൈഡ്സിൽ ആ ഒരു വീവിങ് പാറ്റേണിലുള്ള സൈഡ്സാണ് രണ്ട് സൈഡിലും വന്നിരിക്കുന്നത്. ദുപ്പട്ട വരുന്നത് സെയിം ഫാബ്രിക്കിൽ തന്നെ ആപ്ലിക് വർക്ക് ആൻഡ് എംബ്രോയ്ഡറി, 4 സൈഡിലും ക്രോഷ്യോ ലേസ്, ടാസൽസ് ഒക്കെ വരുന്ന ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത്. റേറ്റ് വരുന്നത് 2795. നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് വരുന്നത് നല്ലൊരു ടെർക്കോയിഷ് ബ്ലൂ ഷെയ്ഡാണ്. അതിനകത്ത് ആ സെയിം പാറ്റേൺ, ടെർക്കോയിഷ് ബ്ലൂ അല്ല ഗ്രീനും അല്ല, നല്ലൊരു ഷെയ്ഡാണ്. സെയിം പാറ്റേൺ ഓഫ് ഹാൻഡ് വർക്ക്, പ്രിൻറ്റഡ് കോട്ടൺ ബോട്ടം, ദുപ്പട്ട വന്നിരിക്കുന്ന കോട്ടണിൽ ആപ്ലിക് വർക്ക്, 4 സൈഡിലും ക്രോഷ്യോ ലേസും ടാസൽസും ഒക്കെ വരുന്ന ദുപ്പട്ട. റേറ്റ് വരുന്നത് 2795.